ഹായ് ഫ്രണ്ട്സ്, മോംസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇന്ന് കുക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയും നെയ്യും എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ വേണ്ടുന്ന മറ്റ് സാധനങ്ങളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് പെരുംജീരകം 1 ടീസ്പൂണ്, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാജീരകം അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 5 ഗ്രാമ്പ്, പട്ട, ഏലക്ക, തക്കോലം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുഴുവൻ കുരുമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് ഞാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ഇടാത്തത്. ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, വിട്ടുപോയി. ഇനി ഒരു 4-5 പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് പിളർന്നിട്ട് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം ഞാനിവിടെ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം നല്ലപോലെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മറന്നു പോയെന്ന്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഓർത്ത് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഒരെല്ലാം ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് ബിരിയാണി മസാല വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി കിട്ടണം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന അരിയെന്ന് പറഞ്ഞാൽ ഒരു 700 ഗ്രാം അടുപ്പിച്ച് വരും കേട്ടോ. ഇനി ഞാൻ 1 കപ്പ് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഈ അരപ്പിൽ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മഴ പരുവത്ത് പെയ്യുന്ന ഭയങ്കര മഴയും തണുപ്പും ഈ സമയത്തൊക്കെ ചൂട് ബിരിയാണി കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിതാ നമ്മുടെ ബിരിയാണി അരി ഇതുപോലെ ബസ്മതി റൈസ് ഇതുപോലെ ഞാൻ ഒരു 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ അരപ്പും ചിക്കനും അരിയും എല്ലാം ഒരുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അരപ്പ് എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് അരി ഞാൻ എടുത്ത കപ്പ് നിങ്ങളെ കാണിച്ചല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല 1 കൈപ്പിടി നിറച്ച് തന്നെ പുതിന ഇലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ചേർത്ത് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ. ഭയങ്കരമാണ്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ, നമ്മൾ പുറത്തു പോയി കഴിക്കുന്നേക്കാളും. അപ്പോൾ ഞാൻ ഈ കപ്പിൽ അരി എടുത്തേ. അപ്പോൾ ഈ കപ്പിൽ തന്നെ ഞാൻ 1.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കുന്നത്, ഒരുപാടായി പോരുത് കേട്ടോ, ഒന്ന് നോക്കിക്കോണം. കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, എന്നാൽ കൂടി പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വെയിറ്റിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. ഫുള്ള് അതിൻ്റെ സ്റ്റീമും പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല പരുവത്തിന് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈ കുക്കർ ബിരിയാണി ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇപ്പം തന്നെ നല്ല ആവി വരുന്നുണ്ട്. നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനീ ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുഴഞ്ഞിട്ടൊന്നുമില്ല, കണ്ടല്ലോ, കാണാമല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല മണമാട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കർ ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, ഒരുപാട് താമസമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുക്കറിൽ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗി, കാണാനൊരു ഭംഗിയൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നെയ്യ് വറുത്തെടുത്തത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വേണമെന്നുള്ളൊരു ഒത്തിരി ചേർക്കാം, നിങ്ങളുടെ ആവശ്യത്തിന് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.